ഹായ് ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എംബ്രോയിഡറി ക്ലാസ്സിൻ്റെ ലെസൺ 3 ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 2 സ്റ്റിച്ചസാണ് പഠിപ്പിക്കുന്നത്. ഒന്ന് ബാക്ക് സ്റ്റിച്ചും പിന്നെ സ്പ്ലിറ്റ് സ്റ്റിച്ചും എന്ന് പറഞ്ഞ 2 സ്റ്റിച്ചസാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പ് ഞാൻ നീഡിലിൽ എങ്ങനെയാണ് നമ്മുടെ ത്രെഡ് കയറ്റാമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കുറച്ച് വെള്ളമാക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളമാക്കിയതിന് ശേഷം അത് ഇതേപോലെ ഇങ്ങനെ ഞെക്കി കൊടുക്കുക. അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പരക്കും കേട്ടോ. പരന്ന് നല്ല സെറ്റാവും. ഇനി നമുക്ക് നമ്മുടെ നീഡിലിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ സിമ്പിളായിരിക്കും കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ കയറി കിട്ടും. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. അതിൻ്റെ ശേഷം കാരണം ഇത്രയും നമ്മൾ കയറ്റുന്നുള്ളൂ. ഇവിടെ നിന്ന് സൂചി ഇതേപോലെ ഇട്ടിട്ട് ഇവിടെ വരെയാണ് നമ്മൾ കയറ്റുന്നുള്ളൂ. ബാക്കിയുള്ള പാർട്സ് നമ്മളിതാ ഫ്രീ ആയിട്ട് വിട്ടേക്കാണ്. ലാസ്റ്റ് ഇതാ ഇവിടെ ഈ ഒരു തുമ്പത്ത് കുറച്ച് ഒരു കെട്ടിട്ട് കൊടുക്കാം. പിന്നെ ഇതേപോലെ ഒരു കത്രിക വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. അപ്പോൾ നമുക്കിത് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ സ്റ്റിച്ചിൻ്റെ പേര് ബാക്ക് സ്റ്റിച്ച് എന്നാണ് കേട്ടോ. നമ്മൾ ത്രെഡൊക്കെ കയറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരറ്റത്ത് നിന്ന് കുത്തിയെടുക്കാം, മുകളിലേക്ക് കുത്തിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് എത്രയാണ് ഗ്യാപ്പ് വേണ്ടത് അവിടെ ഇതേപോലെ ചെയ്തെടുക്കാം. ഇവിടെ ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ കുത്തി ഇറക്കിയതിൻ്റെ തൊട്ടടുത്ത് കൂടി വീണ്ടും കുത്തി മുകളിലേക്ക് എടുക്കാം. എന്നിട്ട് ഇതേ ലെങ്ത്തിൽ ഇവിടെയും ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്കിത് ഈ ഒരു തൊട്ടടുത്ത് തന്നെ മുകളിലേക്ക് കുത്തിയെടുക്കാം. എന്നിട്ട് ഇതേ ഡിസ്റ്റൻസിൽ താഴത്തേക്ക് കുത്തി കൊടുക്കാം. വീണ്ടും തൊട്ടടുത്ത് നമ്മൾ കുത്തി എടുത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിന്ന് കുത്തി മുകളിലേക്ക് എടുക്കാം. കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് താഴത്തേക്ക്. ഇനി ഞാനിത് ഫുള്ള് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റത്തെ നമ്മൾ മുകളിലേക്ക് എടുക്കുകയാണ്. മുകളിലേക്ക് എടുക്കുക. ലാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ താഴത്തേക്ക് ബാക്കിയുള്ള ലെങ്ത്തിൽ കുത്തി കൊടുക്കുന്നുണ്ട്. താഴത്തേക്ക് കുത്തിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിലാണ്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. ഞാൻ ഇതേപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുക്കും. കൈ അവിടെ നിന്ന് വിട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇതേപോലെ മുക്കി ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 കെട്ട് കെട്ടാം കേട്ടോ. ഒരു കെട്ട് കിട്ടിയാൽ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. എന്തായാലും നമ്മൾ കുറച്ച് കാലം ഇങ്ങനെ പോകണം എന്നുള്ളവർക്ക് 2 കെട്ട് കെട്ടാം. അപ്പം ഞാൻ 2 കെട്ട് അതേപോലെ തന്നെ ഒന്നും കൂടെ കെട്ടി കൊടുത്തു കട്ട് ചെയ്തെടുക്കാം. അപ്പം അടുത്ത സ്റ്റിച്ചിൻ്റെ പേര് സ്പ്ലിറ്റ് സ്റ്റിച്ച് എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരറ്റത്ത് നിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കാം. ത്രെഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ഒരു ലെങ്ത്തിൽ കുത്തി താഴത്തേക്ക് ഇറക്കാം. അത് ഇത് നമ്മൾ ഇവിടെ തൊട്ടടുത്ത് നിന്നല്ല ചെയ്തത്. ഇത് നമ്മൾ ഈ 2 ത്രെഡിൻ്റെ ഇടയിൽ കൂടെ മുകളിലോട്ട് പൊന്തിച്ചെടുക്കണം. അത് നമ്മൾ കുറച്ച് ക്ഷമയോടെ ചെയ്യേണ്ട പരിപാടിയാണ്. അപ്പോൾ പതുക്കെ ഈ 2 ത്രെഡിൻ്റെ മുകളിൽ കൂടെ കേട്ടോ. ഇതിൻ്റെ 2ൻ്റെയും കൂടി നടുക്കേ കൂടെ
നടുക്കേ കൂടെ പൊന്തിച്ചെടുക്കാം. പൊന്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഉള്ളിലേക്ക് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെയും ഉള്ളിൽ കൂടെ ഇതേപോലെ കയറ്റിയെടുക്കാം. കാണുന്നുണ്ടോ? നമുക്ക് ഇപ്പം കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇങ്ങനെ കയറ്റി കൊടുക്കണം. ഈ 2 ത്രെഡിൻ്റെ നടുക്കേ കൂടെ കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് ഇറക്കുക. ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ. തെറ്റി പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. കുറച്ച് പാടൊക്കെ തന്നെയാണ്. കുറച്ച് പാടാണ് കേട്ടോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ഇപ്പം എനിക്ക് തന്നെ നല്ല പണി കിട്ടുന്നുണ്ട് കേട്ടോ. സ്പ്ലിറ്റ് സ്റ്റിച്ച് കുറച്ച് പാടുള്ളൊരു ഐറ്റമാണ്. അതുകൊണ്ട് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. കറക്റ്റായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. നടുക്കേ കൂടെ എടുക്കുക. ചിലത് കറക്റ്റായിട്ട് വരുന്നുണ്ട്, പക്ഷെ ചിലത് ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ലാസ്റ്റായിട്ട് ഇറക്കി കൊടുത്തു. വീണ്ടും അടിയിൽ നമുക്ക് സാധാ പോലെ ഇതേപോലെ ഉള്ളിലേക്ക് എടുത്തിട്ട് കെട്ടിട്ട് കൊടുക്കാം. വീണ്ടും ഒരു കെട്ടും കൂടെ കൊടുക്കാം. അങ്ങനെ ശേഷം നമുക്ക് ഇതേപോലെ ഒരു കട്ട് പീസ് എടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് മനസ്സിലായാലോ? ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഈ 2 സ്റ്റിച്ചസും. ഒന്നാമത്തെ സ്റ്റിച്ചിൻ്റെ പേര് ബാക്ക് സ്റ്റിച്ച് എന്നാണ്. രണ്ടാമത്തെ സ്റ്റിച്ചിൻ്റെ പേര് സ്പ്ലിറ്റ് സ്റ്റിച്ച് എന്നാണ് കേട്ടോ. രണ്ടിനും നല്ല വ്യത്യാസമുണ്ട്. ഞാൻ ഒന്നുകൂടെ കറക്റ്റായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ കണ്ടല്ലോ, കറക്റ്റായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമുക്ക് ഈ സാധനങ്ങൾ മേടിക്കുന്നതിൻ്റെ പൈസയല്ലേ ഉള്ളൂ. ശരിക്കും എംബ്രോയ്ഡറി ക്ലാസ്സിനൊക്കെ ഞാനൊക്കെ എംബ്രോയ്ഡറി ക്ലാസ്സിന് പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇഷ്ടംപോലെ പൈസ ചിലവാക്കേണ്ടി വന്നിട്ടുണ്ട് എംബ്രോയ്ഡറി ക്ലാസ്സിന് വേണ്ടിയിട്ട് കേട്ടോ. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് പ്രോപ്പറായിട്ട് കറക്റ്റ്ലി ആയിട്ട് നമുക്ക് എംബ്രോയ്ഡറി പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള നമ്മൾ ലെസൺ 1ഉം 2ഉം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാൻ ശ്രമിക്കുക കേട്ടോ. തുടർച്ചയായിട്ട് ലെസൺ 4ഉം 5ഉം ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.